ഹായ്, ഇതാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ആപ്പ്. ഇത് നമുക്ക് മെയിനായിട്ട് ചാർട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലാണ് നമ്മൾ ചാർട്ട് നോക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ ട്രേഡ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല കാണിക്കുക, ചിലപ്പോൾ ലോഗിൻ ചെയ്യാൻ കാണിക്കും. അപ്പോൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. അതിനുശേഷം മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണും. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഗോൾഡ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണിക്കുക. XAUUSD ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല സാധനങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ forex.com ആ ഒരു ഇതിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആണെങ്കിൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇവിടെ വന്ന് കിടക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ രണ്ടാമത്തെ ലെവൽ താഴെ ചാർട്ട് എന്നുള്ളതുണ്ടല്ലോ, അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വരും. ഇനി അങ്ങനെ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് സെലക്ട് ചെയ്യുക, പ്രസ് ചെയ്യുക. എന്നിട്ട് താഴെ നമുക്ക് എന്തുണ്ട്, ഒരു ബോക്സ്, ചെറിയൊരു ഇതിങ്ങനെ നമുക്ക് താഴെ ഡേ ക്യാൻഡിൽ അങ്ങനെ മാറ്റാനുള്ള സാധനം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചെറിയൊരു ഫോക്കസ് കൊടുക്കുന്ന ഒരു ബോക്സ് കിടക്കുന്നുണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടിലേക്ക് എൻ്ററായി. ഇതാണ് ചാർട്ട്. ഓക്കെ, ഇതിൽ മുകളിൽ നമുക്ക് പ്രൈസ് കാണിക്കും, ഗോൾഡ് സ്പോട്ട് കാണിക്കും. അതിൻ്റെ ഇതിൽ സെല്ല് ബൈ എന്നുള്ളത് അത് ട്രേഡിംഗ് വ്യൂ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അത് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് സിമ്പിളായിട്ട് നമുക്ക് ഡെമോ ട്രേഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അത് നിങ്ങൾ നോക്കണ്ട. അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ നിലവിലുള്ള കറൻറ്റ് പ്രൈസ് കാണിക്കും. പിന്നെ നമുക്ക് ചാർട്ട് കാണിക്കും. ഓക്കെ, ഇങ്ങനെ ചാർട്ട് കാണിക്കും. അതിൽ കളറ് നമുക്ക് ഏത് കളറും വേണമെങ്കിലും ആക്കാം. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. പിന്നെ നമുക്ക് താഴെ XAUUSD അങ്ങനെ കാണിക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് 1 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ടൈം ഫ്രെയിമിലേക്ക് മാറ്റാമെന്നുള്ളതുണ്ടാവും. 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, പിന്നെ 15 അങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനപ്പുറം നമുക്ക് വരകൾ, അതായത് ഇതിൽ നമുക്ക് ഓരോന്ന് വരച്ചെടുക്കാൻ, ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ, അല്ലെങ്കിൽ ബോക്സ് വരയ്ക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുള്ള പെൻ ടൂളുണ്ട്. അതിനപ്പുറം മറ്റൊരു കാര്യം, നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വോയിസ് ഇട്ടിരുന്നു, ക്യാൻഡിൽ ഫോം ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ഓക്കെ, ഇത് ഒരു ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് ക്യാൻഡിൽ. ഇപ്പോൾ ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഞാൻ വെച്ച ഭാഗത്ത് 3352.76 എന്നുള്ള ഭാഗത്ത് ഓപ്പൺ ചെയ്തു, മുകളിലേക്ക് പോയി ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, താഴെ ഓപ്പൺ ചെയ്തു, മുകളിൽ ക്ലോസ് ചെയ്തു, ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ബോഡി. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടൊരു താഴേക്കൊരു വര കാണുന്നുണ്ടല്ലോ, മുകളിലേക്കും ചെറിയൊരു വര കാണുന്നുണ്ട്. അതെന്താണെന്നുള്ളത്, അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്തെങ്കിലും താഴേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. താഴേക്ക് ഇത്ര വരെ വന്നിട്ടുണ്ട്, 3352 സംതിങ് വരെ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് തിരിച്ച് കയറി. അപ്പോൾ ഓപ്പൺ ചെയ്തത് ഇവിടെ ആയതുകൊണ്ട് പിന്നെ മുകളിലേക്കാണ് ബോഡി കാണിക്കുക. അപ്പോൾ ഇത്ര താഴെ വന്നു എന്ന് കാണിക്കാനുള്ള ഒരു സൂചന, ഒരു നിഴലാണ് ഇതിന് പറയുന്ന വിക്ക് അല്ലെങ്കിൽ ഷാഡോ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ മുകളിലേക്കും കുറച്ച് പോയിട്ടുണ്ട്. എന്നിട്ട് താഴെ വന്ന് ആ ടൈം 15 മിനിറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് ആ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്ര വരെ പോയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അതുപോലെ തന്നെ അവിടുന്ന് പിന്നെ താഴേക്ക് വന്ന് അതിൻ്റെ ഷാഡോ. ഓക്കെ, അതുപോലെ തന്നെയാണ് റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബിയറിഷ് ക്യാൻഡിൽ. റെഡ് ക്യാൻഡിൽ എന്ന് പറയില്ല, ബിയറിഷ് ക്യാൻഡിൽ. അപ്പോൾ അത് ഗ്രീൻ ക്യാൻഡിൽ, ബുള്ളിഷ് ക്യാൻഡിൽ മുകളിൽ പോയി ഇവിടെ ക്ലോസ് ചെയ്തു. തൊട്ടടുത്ത ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, മുകളിലേക്ക് പോകാൻ നോക്കി, ഇതുവരെ പോയി. പക്ഷേ അവിടുന്ന് സെല്ലിങ് പ്രഷർ ഉണ്ടായതുകൊണ്ട് താഴേക്ക് വന്നു, എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്തായി, അതിൻ്റെ ബോഡി താഴെ വന്ന് ക്ലോസ് ചെയ്തു. ഇതുവരെ വന്നു, പക്ഷേ ഇതിന്ന് തിരിച്ചു കയറി ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ കളറ് നോക്കണ്ട, ബോഡി അതുപോലെ തന്നെ വിക്ക് കാര്യങ്ങൾ എല്ലാം സെയിമാണ്. ഇത് എവിടെ ഓപ്പൺ ചെയ്യുന്നു, എവിടെ ക്ലോസ് ചെയ്യുന്നു എന്ന് അനുസരിച്ചാണ് നമ്മൾ ഇത്
ബുള്ളിഷ് ക്യാൻഡിലാണോ അല്ലെങ്കിൽ ബിയറിഷ് ക്യാൻഡിലാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ടൊരു ക്യാൻഡിൽ ഫോം ചെയ്യുന്ന രൂപം. ഇനി അടുത്തത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ്. അത് നിങ്ങൾക്ക് ടൈം ഫ്രെയിം മാറ്റി നോക്കാം. 15 മിനിറ്റ് അല്ലെങ്കിൽ 1 അവറൊക്കെ ഇട്ട് നോക്കാം. 1 അവറൊക്കെ ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് സപ്പോർട്ട് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഉദാഹരണം കേട്ടോ. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് താഴേക്ക് വന്ന് ഇവിടെ എന്തായി ടച്ച് ചെയ്ത് ഇവിടുന്ന് തിരിച്ച് കയറിപ്പോയി. ഓക്കെ, ഇവിടുന്ന് തിരിച്ച് കയറി. അപ്പോൾ ഇവിടെ ഒരു നോട്ട് ചെയ്യാനുള്ളൊരു പോയിൻ്റ് ഉണ്ട്. എന്നിട്ട് ആ ഭാഗം അത് ബാക്കോട്ട് നോക്കുമ്പോൾ അവിടെ കുറേ 2-3 തവണ എന്തായിട്ടുണ്ട്, ഇതാ ഈ ലെവൽ ഇവിടെ കുറേ നേരം സപ്പോർട്ട് ഇങ്ങനെ കിടന്ന് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് പിന്നെയും വന്നു, പിന്നെ അവിടെ പോയി, പിന്നെ അവിടുന്ന് വന്ന സമയത്ത് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് സഡൻ മൂവ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ലെവൽ ഈ റേഞ്ച് തന്നെ ഇവിടെ കയറി ഈ ഭാഗത്തെത്തി. കണ്ടോ, നേരത്തെ ഇവിടെ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിവിടെ ഒരു റെസിസ്റ്റൻ്റായിട്ട് വന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താവും, അത് സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ആണെന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും അവിടെ ഏതൊക്കെ സമയത്ത് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു വരുമ്പോൾ തന്നെ ടച്ച് ചെയ്യണമെന്നൊന്നുമില്ല, അതിൻ്റെ അടുത്ത് വന്നിട്ട് എന്താവും, തിരിച്ചിറങ്ങും. ഓക്കെ, അപ്പോൾ ഇതാണ് സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് കണ്ടെത്താനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മാർഗം. ഇത് മുകളിൽ, അതായത് ക്യാൻഡിൽ മുകളിലും ഈ ലൈന്, അതായത് ഈ ഒരു ഭാഗം താഴെ ആകുമ്പോൾ അത് സപ്പോർട്ടായിട്ടും ക്യാൻഡിൽ താഴെയും ഈ ഒരു ഭാഗം മുകളിലായിട്ട് വരുമ്പോൾ അത് റെസിസ്റ്റൻ്റായിട്ടും വരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ക്യാൻഡിൽ മുകളിലാണ് കിടക്കുന്നത്, മാർക്കറ്റ് മുകളിലാണ്, ഈ ഭാഗം താഴെയാണ്. ഇതുകൊണ്ട് ഇത് സപ്പോർട്ടായിട്ട് നമ്മുടെ നിൽക്കുന്ന ഭാഗം, നമ്മൾ തറ എന്ന് പറയുന്നത് സപ്പോർട്ടായിട്ട് ഇത് താഴേക്ക് വന്നു. അപ്പോൾ ഈ ഭാഗം എന്തായി, ഇനി മുകളിലേക്ക് പോകുമ്പോൾ മുകളിൽ നമ്മളെ വാർപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതാണ് സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് കണ്ടെത്താനുള്ള സിമ്പിളായിട്ടുള്ളൊരു മാർഗം. ഓക്കെ.